കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശക്തമായ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും. കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, ആലപ്പുഴ ജില്ലകൾക്കാണ് അവധി. അതേസമയം ഫെഞ്ചായിൽ ചുഴലിക്കാറ്റ് വടക്കൻ തമിഴ്നാട്ടിലും തെക്കൻ കർണാടകത്തിനും മുകളിൽ ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി കുറഞ്ഞിട്ടുണ്ട്. നാളെയോടെ വടക്കൻ കേരളത്തിനും കർണാടകത്തിനും മുകളിലുള്ള അറബിക്കടലിൽ പ്രവേശിക്കും. TS ഹരികൃഷ്ണ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഹരി, ആദ്യം അവധിയെ പറ്റി തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അതിനുവേണ്ടി തന്നെയാണ് പ്രേക്ഷകരും വിദ്യാർത്ഥികളൊക്കെ കാത്തിരിക്കുന്നത്. എവിടെയൊക്കെ അവധിയുണ്ട്, ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒപ്പം തന്നെ മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്, അലേർട്ടുകൾ ഉള്ളത് എവിടെയൊക്കെയാണ്? മഴ 2 ദിവസം കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയുന്നത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും തന്നെയാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഇന്നിപ്പോൾ ഈ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള റെഡ് അലർട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ജാഗ്രത വേണമെന്നുള്ള ഒരു അറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നാളെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയാണ് മഴ മുന്നറിയിപ്പുള്ളത്. അതിൽ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഓറഞ്ച് അലർട്ട് ആണെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. തെക്കൻ കേരളത്തിൽ നിലവിൽ മഴയില്ല, പക്ഷെ മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് വടക്കൻ തമിഴ്നാടിനും തെക്കൻ കർണാടകയ്ക്കും മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ശക്തി കുറയാനാണ് സാധ്യത. അതുകൊണ്ട് നാളെയോടെ വടക്കൻ കേരളം കർണാടകയ്ക്ക് മുകളിലൂടെ അറബിക്കടലിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതുകൊണ്ടാണ് ഈ വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ പെയ്യുന്നത്. മഴ കനക്കുന്നതിനനുസരിച്ചാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത്. നിലവിൽ 4 ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത്.